സഹായിക്കണം. എല്ലാവരും ഞങ്ങളെ സഹായിക്കണത് എന്റെ മോനാണ്. ഞങ്ങൾ ഒരു മാസമായി വള്ളുവനാട് ഹോസ്പിറ്റലിലായിരുന്നു. എന്റെ കുഞ്ഞിന് ഹാർട്ടിൽ ഹോളും തലയിൽ ബ്ലഡ് കോട്ടിങ്ങുമാണ്. മാസം തികയാതെയുള്ള പ്രസവത്തിൽ എനിക്ക് 2 കുഞ്ഞുങ്ങളായിരുന്നു. ഒരു കുഞ്ഞ് മരണപ്പെട്ടു. ഇതൊരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ. 3.5 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കടമാണ്. ഇനി 7 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് വേണം. കൂലിപ്പണി ചെയ്താൽ എന്റെ ഭർത്താവ് കുടുംബം കൊടുക്കുന്നത് ഞങ്ങൾക്ക് വേറെ നിവർത്തിയിട്ട്. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. പ്രിയമുള്ളവരെ, നെഞ്ചു പൊട്ടുന്ന സങ്കട കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് നമ്മൾ സമർപ്പിക്കുന്നത്. ഞാൻ ഇന്ന് ഇപ്പോൾ ഉള്ളത് വള്ളുവനാടൻ ഹോസ്പിറ്റലിലാണ്. വെറും 2 മാസം പ്രായമുള്ള പൊന്നു മകന്റെ ദയനീയമായ അവസ്ഥ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ അർദ്ധരാത്രി എമർജൻസി വീഡിയോയുമായി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുന്നത്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. മുഹമ്മദ് അലി ചാലിയമാണ്. തൃശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ സുകന്യയുടെ മകന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ വള്ളുവനാട് ഹോസ്പിറ്റൽ ഈ അർദ്ധരാത്രി എമർജൻസി വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. മാസം തികയാതെ പ്രസവിച്ച 2 ഇരട്ട കുട്ടികളിൽ ഒരു കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ജീവന് വേണ്ടി പിടയുന്ന ഈ കുഞ്ഞിന് തലയിൽ ബ്ലഡ് കോട്ടിങ്ങും ഹൃദയത്തിൽ ഹോൾസുമായി ഈ കുഞ്ഞിന്ന് ജീവിതത്തിനോട് മല്ലടിക്കുകയാണ്. ഏകദേശം 3.5 ലക്ഷം രൂപ ഈ ഹോസ്പിറ്റലിൽ കടബാധ്യതയാണ്. പ്രിയമുള്ളവരെ, ഈ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റും സ്റ്റാഫും സഹകരിച്ചാണ് ഇന്ന് ഇവർ ഈ 2 മാസം ഇവിടെ തുടർന്നു പോയത്. പണമില്ലാത്തതിന്റെ കാരണം ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അച്ഛനും അമ്മക്കും പ്രയാസമാണ്. കൂലിപ്പണിയെടുക്കുന്ന ഈ സഹോദരന് കൂട്ടിയാൽ കൂടാത്ത വലിയൊരു തുകയാണ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഈ 2 മാസം ഇവിടെ തുടർന്നു പോയത്. 20 ദിവസം ICUലായിരുന്നു. ഒരു ദിവസം 10,000 രൂപ വെച്ച് 20 ദിവസമാണ് ഇവർ ICUയിൽ കഴിഞ്ഞത്. ഏകദേശം ഇന്ന് 2 മാസമായി 3.5 ലക്ഷം രൂപ കടബാധ്യതയും ഇനി തുടർന്നു പോകാൻ ചികിത്സക്ക് പണമില്ലാതെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ കുടുംബം കൈനീട്ടുകയാണ്. മുട്ടാത്ത വാതിലുകളില്ല, തേരാത്ത ജനസമൂഹമില്ല, കൈനീട്ടാത്ത ആളുകളില്ല. പ്രിയമുള്ളവരെ, എല്ലാവരുടെ മുന്നിലും കൈനീട്ടി ഇന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ലാസ്റ്റ് ഒരു ചാൻസ് എന്നുള്ള ലാസ്റ്റ് ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടുകയാണ്. കേരളത്തിലെ ചാരിറ്റി പ്രവർത്തകരായ നിങ്ങൾ എല്ലാവരും, ഇന്നേ വരെ ഞാൻ ഒരു വീഡിയോയിലും ഇങ്ങനെ സമർപ്പിച്ചിട്ടില്ല. കേരളക്കരയിലുള്ള ചാരിറ്റി പ്രമുഖരായ എല്ലാവരും, നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഏറ്റെടുക്കണേ. പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുവാൻ പോലും ഇവർക്ക് ആരുമില്ല. പ്രിയമുള്ളവരെ, നിങ്ങളാണ് ഇവരുടെ എല്ലാ പ്രതീക്ഷ. സഹായിക്കണേ. സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ കുടുംബവും നാട്ടുകാരും ഈ വീഡിയോ ചെയ്ത ഞാനും എന്റെ സഹപ്രവർത്തകരും നിങ്ങളോട് കൈകൂപ്പി തേടുകയാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യമാക്കപ്പെട്ട ഈ റബീഉൽ അവൽ മാസത്തിൽ നിങ്ങൾ ഈ കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ തിരുവില്ലാമല പഞ്ചായത്തിൽ മലേശമംഗലത്ത് താമസിക്കുന്ന ആളാണ്. എന്റെ പേര് മുഹമ്മദ് അഷ്റഫ് മൗലവി എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് വള്ളുവനാട് ഹോസ്പിറ്റലിലാണ്. അവിടെ എൻ്റെ നാട്ടിൽ ഉള്ള എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 7 മാസത്തിൽ ആ കുട്ടി പ്രസവിക്കുകയും ഇരട്ട കുട്ടികളെ അവർക്ക് ജന്മം നൽകുകയും ചെയ്തു. ഈ ജന്മം നൽകിയ കുട്ടിയിൽ ഒരു കുട്ടി ആ സമയത്ത് തന്നെ നമ്മോട് വിട പറയുകയും മറ്റേ കുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമാണ് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ സമയത്ത് അവരെ സഹായിക്കാൻ വേണ്ടുന്ന ഏതൊക്കെ മേഖലയുണ്ടോ ആ മേഖലയിൽ നിന്നൊക്കെ നിങ്ങൾ അവരെ സഹായിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ബഹുമാന്യനായ സൈദലവി സാഹിബും അതുപോലെ മുഹമ്മദ് അലി സാഹിബും ജഗദീഷ് ചേട്ടനൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളോട് അവരെ സഹായിക്കാൻ വേണ്ടി, അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ്. അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കാൻ നാം എല്ലാവരും സന്നദ്ധരാവണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മഹാനായ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് ആഗതമായ ഈ മാസത്തിൽ അവിടുത്തെ കാരുണ്യം നമ്മെ പഠിപ്പിക്കുന്നതും അവിടുന്ന് നമ്മോട് പറയുന്നതും അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളുമായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടിയെ നമ്മളെല്ലാവരും കൂടി സഹായിക്കണം എന്നുള്ളതാണ്. നമ്മുടെ
കയ്യിൽ നിന്നും ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ ഈ കുട്ടികളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ കരങ്ങളിലേക്ക് എത്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ടും ഈ മാസത്തിന്റെ പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടിയും എല്ലാ ജനങ്ങളും ഈ കുടുംബത്തെ സഹായിക്കണം എന്ന് നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം. ഒരു എമർജൻസി വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നിൽക്കുന്നത്. വളരെ അതിദാരുണമായ ഒരു പൊന്നുമോന്റെ വിഷമതയാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ള ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് കാരണം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒറ്റപ്പാലം വള്ളുവനാട് ഹോസ്പിറ്റലിലാണ്. പ്രിയമുള്ളവരെ, ഈ പൊന്നുമോനെ എല്ലാവരും സഹായിക്കണം, തട്ടിമാറ്റി കളയരുത്. പ്രിയമുള്ളവരെ, ഞാൻ ജഗദീഷ് അത്തിപ്പറ്റ. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് തൃശൂർ ജില്ലയിലെ തിരുവില്ലമല പഞ്ചായത്തിലെ മലേശമംഗലം ദേശം ചോഴിയങ്കോട് 7-ാം വാർഡ് സുകന്യ വിഷ്ണു ദമ്പതികളുടെ മകന്റെ വിഷയവുമായിട്ടാണ് നിൽക്കുന്നത്. സുകന്യ ഇരട്ടക്കുട്ടികളെയാണ് പ്രസവിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതിൽ പ്രസവത്തിൽ ഒരു കുഞ്ഞ് മരിക്കുകയും അടുത്ത കുഞ്ഞിന് തലച്ചോറിൽ ബ്ലഡ് കട്ട പിടിക്കുകയും ഹാർട്ടിൽ ഹോളുമാണ്. പ്രിയമുള്ളവരെ, 20 ദിവസത്തോളം NICUലായിരുന്നു. ഏകദേശം 8 ലക്ഷം രൂപ വേണം ആ പൊന്നുമോനെ റിക്കവറി ആക്കി എടുക്കാൻ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അവരുടെ കയ്യിൽ ഒരു പാരസെറ്റമോൾ മേടിക്കാൻ പോലും പൈസ ഇല്ല. പ്രിയമുള്ളവരെ, 3.5 ലക്ഷം രൂപ ഇവിടെ കെട്ടിവെക്കണം. പൈസ അവർക്ക് ഈ ഹോസ്പിറ്റലിന്റെ നന്ദിയുള്ള ചെയർമാനും സ്റ്റാഫുകളും മാനേജ്മെന്റിന്റെ സഹായത്താൽ അവർക്ക് ഇനിയും പൈസ ഒരുപാട് വേണം. 8 ലക്ഷത്തിന് മുകളിലാണ് ആ പൈസ വേണ്ടത്. പ്രിയമുള്ള, ഈ രാത്രി ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ നിങ്ങളുടെ മുന്നിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഏറ്റെടുത്ത് ആ പൊന്നുമോനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഓരോരുത്തരോടും അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, തിരുവില്ലമല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷ്യപത്രമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മഹല്ല് കമ്മിറ്റിന്റെ സാക്ഷ്യപത്രം, തിരുവില്ലമല മഹല്ല് കമ്മിറ്റിന്റെ സാക്ഷ്യപത്രമുണ്ട്. അതേപോലെ തന്നെ എസ്റ്റിമേറ്റ് അടക്കം ഇപ്പോൾ കെട്ടിവെക്കാനുള്ള പൈസന്റെ എസ്റ്റിമേറ്റ് അടക്കം ഇവരിപ്പോ കൊടുത്തിട്ട് വള്ളുവനാട് ഹോസ്പിറ്റലിന്. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും തട്ടിമാറ്റി കളയരുത്, സഹായിക്കണം, താഴ്മയോടെ സഹായിക്കണം. അപേക്ഷയാണ്. അലൈക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, സൈദലി ആലത്തൂർ വടക്കഞ്ചേരിയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് വള്ളുവനാട് ഒറ്റപ്പാലം ഹോസ്പിറ്റലാണ്. സുകന്യ വിഷ്ണു ദമ്പതികളുടെ കുഞ്ഞു മോന്റെ വിഷയമായിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. വളരെ ദയനീയ അവസ്ഥയുള്ള ഒരു കുടുംബമാണ്. നമ്മളിൽ ഓരോരുത്തരും സഹായിക്കാൻ അർഹതപ്പെട്ട ഒരു കുടുംബമാണ്. ഈ റബീഉൽ അവ്വൽ മാസത്തിന്റെ ഹത്തിജായ ബർക്കത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ കുടുംബത്തിനുണ്ടാകണം. കാരണം എന്താണെന്ന് വെച്ചാൽ, വളരെ ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ദയനീയ അവസ്ഥയുള്ള ഒരു കുടുംബം തന്നെയാണ് അർഹതപ്പെട്ട കുടുംബം. ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത ഒരു കുടുംബം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കാരുണ്യ മനസ്സുള്ള ഈ ചാരിറ്റി മേഖലയിൽ നിൽക്കുന്ന മുഴുവൻ പേരും നിങ്ങളുടെ അക്കമഴിഞ്ഞ സഹായം ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യണം. കാരണം പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കാൻ ഒരു മാർഗവുമില്ല പറഞ്ഞാൽ അത്രയും ദയനീയ അവസ്ഥയുള്ള കുടുംബമാണ്. ചാരിറ്റി മേഖലയിൽ നിൽക്കുന്ന ആരെല്ലാം ഉണ്ടോ എല്ലാവരും ഈ കുടുംബത്തെ അക്കമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണമെന്നും, അതുപോലെ തന്നെ പ്രവാസ ലോകത്ത് നിന്നുള്ള എല്ലാവരും എപ്പോഴും നിങ്ങൾ ഇതുപോലുള്ള കുടുംബങ്ങളെ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ എല്ലാ അകമഴിഞ്ഞ സഹായം 1 രൂപയാണെങ്കിലും നിങ്ങൾ എത്രയാണെങ്കിലും കുടുംബത്തിനെ സഹായിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അയൽക്കൂട്ടങ്ങൾ, ക്ലബ്ബ് ഭാരവാഹികൾ എന്നുള്ള ഒരുപാട് പേര് ഇതിലുണ്ട്. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം. വേറെ മറിച്ചൊന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോടൊപ്പം സഹകരിച്ച് നിൽക്കുന്ന ഒരുപാട് കൂട്ടായ്മകളുണ്ട്. എല്ലാ കൂട്ടായ്മകളും ഈ കുടുംബത്തെ ഒത്തൊരുമിച്ച് ചേർത്ത് പിടിക്കണം എന്നുകൂടി നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വിനയത്തോടുകൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്റെ മകളെ കുട്ടിയാണ് അങ്ങനെ കിടക്കണം. ഞങ്ങൾക്ക് 5 പൈസ സഹായിക്കാൻ ഞങ്ങളുടെ കയ്യിൽ കഴിവില്ല. അങ്ങനെ അപ്പനായിട്ട് ഞങ്ങൾ കിടക്കണത്. എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ സഹായിക്കണം, രക്ഷപ്പെടുത്തി തരണം എന്റെ പേരക്കുട്ടീനെ. ഇപ്പോഴും പറയാനുള്ളൂ. എന്റെ കുടുംബമാണ്. അവരുടെ പേരക്കുട്ടിക്ക് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. അതിന് അവരായിട്ട് 1 രൂപ പോലും എടുക്കാനില്ല. അതുമൂലം എന്തെങ്കിലും എല്ലാവരും കൂടി ഒന്ന് സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞു.